നമസ്കാരം. സുവർണ കർണാടക കേരള സമാജം ഒരു സാമൂഹിക സാംസ്കാരിക സംഘടന. ദൈവത്തിൻ്റെ ആളുകളുടെ നാട് എന്നു പേരുള്ള കർണാടകയിൽ ദൈവത്തിൻ്റെ നാട്ടിൽ നിന്നുള്ളവരുടെ ഒരു കൂട്ടായ്മ. സാംസ്കാരിക കേരള തനിമ കർണാടകയിലുള്ള മലയാളികളിൽ പ്രചരിപ്പിക്കുക എന്ന തദ്ദേശത്തോടു കൂടിയുള്ള ഒരു ഉദ്യമം. പേരിനെ അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. വിശ്വസ്തത, അഖണ്ഡത, സുതാര്യത എന്ന ആപ്തവാക്യവുമായി കർണാടക സംസ്ഥാനം മുഴുവൻ പ്രതിനിധീകരിക്കുന്ന മലയാളികളുടെ ഏക സംഘടന. അതാണ് SKKS. കർണാടകയിലെ മുഴുവൻ മലയാളികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയുള്ള തുടക്കം. മലയാളികളുടെ സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടാനും പ്രശ്നപരിഹാരത്തിനു വേണ്ടി പ്രവർത്തിക്കാനും ഒരേ ഒരു സംഘടന എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് SKKS രൂപീകരിച്ചത്. 14 സ്ഥാപക അംഗങ്ങളുമായി 2011 SKKS ഔദ്യോഗികമായി നിലവിൽ വന്നു. 2011 ആഗസ്റ്റ് 15 റിട്ടയേർഡ് ADGP ശ്രീമതി ജീജ ഹരിസിംഗ് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും സ്വാതന്ത്ര്യദിനാഘോഷവും നിർവഹിച്ചുകൊണ്ട് ഈ സംഘടന ഔദ്യോഗികമായി അവരുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ തുടങ്ങി. ആദ്യ സോണായ കൺട്രോൾമെന്റ് സോണിൽ തുടങ്ങിയ ജൈത്രയാത്ര 19 സോണൽ കമ്മിറ്റികളുമായി 3 ജില്ലകളിലായി വ്യാപിച്ച് ഇന്നും പ്രവർത്തനം തുടരുന്നു. ആഘോഷ പരിപാടികൾ സംഘടനയ്ക്കെന്നും ഒരു മുതൽക്കൂട്ടാണ്. മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണം വൈവിധ്യമാർന്ന പരിപാടികളോടെ ഓണസദ്യയും ഓണപ്പാട്ടുകളും മാവേലിയും ശിങ്കാരിമേളവും എല്ലാമായി ആഘോഷങ്ങൾ അതിരുകളില്ലാതെ SKKS കൊണ്ടാടുന്നു. നമ്മുടെ മെമ്പർമാരുടെ അവരുടെ കുടുംബാംഗങ്ങൾക്കും അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള വേദികളായി ആഘോഷ പരിപാടികൾ എന്നും മാറാറുണ്ട്. ന്യൂ ഇയർ, ക്രിസ്മസ്, സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ, വനിതാ ദിനാഘോഷങ്ങൾ എന്നീ ചെറുതും വലുതുമായ ഒട്ടനവധി ആഘോഷങ്ങൾ സംഘടന സംഘടിപ്പിക്കാറുണ്ട്. കലാപരിപാടികൾക്കുള്ള പ്രാധാന്യം പോലെ തന്നെ കായിക രംഗത്തും എന്നും മുൻപന്തിയിലാണ്. സ്പോർട്സ്, ക്രിക്കറ്റ് ടൂർണമെന്റുകൾ, ബാഡ്മിന്റൺ ടൂർണമെന്റുകൾ തുടങ്ങി നിരവധി കായിക മത്സരങ്ങളും സംഘടിപ്പിക്കാറുണ്ട്. മാതൃഭാഷാ പഠനം SKSന്റെ മുൻഗണനയിലാണ്. കർണാടകയിലെ മലയാളം അറിയാത്ത മലയാളികൾക്ക് മലയാളം ഭാഷ സ്വായത്തമാക്കാൻ കേരള ഗവൺമെന്റിന്റെ മലയാളം മിഷനുമായി സഹകരിച്ചുകൊണ്ട് ഒട്ടുമിക്ക ശാഖകളിലും മലയാളം ക്ലാസുകൾ നടത്തിവരാറുണ്ട്. അതിനോടനുബന്ധിച്ച് മറ്റ് കലാകായിക പരിപാടികളും നടത്താറുണ്ട്. സംഘടനയുടെ ഒട്ടുമിക്ക ശാഖകളിലും മറ്റ് ക്ലാസുകളും നടത്തിവരാറുണ്ട്. കന്നഡ ക്ലാസുകൾ, ഡാൻസ് ക്ലാസുകൾ, യോഗ ക്ലാസുകൾ, മ്യൂസിക് ക്ലാസുകൾ, ഇൻസ്ട്രുമെന്റൽ ക്ലാസുകൾ തുടങ്ങിയവ നടത്തിവരുന്നുണ്ട്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംഘടന എന്ന നിലയിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് എന്നും SKKS പ്രാധാന്യം നൽകി വരാറുണ്ട്. ഈ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ മലയാളികൾക്കും മറ്റ് ഇതര ഭാഷക്കാർക്കും തുച്ഛമായ നിരക്കിൽ ഒരു ഡോക്ടറുടെ സേവനം സുവർണ ക്ലിനിക്കുകളിലൂടെ നൽകി വരുന്നു. പാവപ്പെട്ട വൃക്കരോഗികൾക്ക് ഭാഷാഭേദമില്ലാതെ സൗജന്യ നിരക്കിൽ ഡയാലിസിസ് യൂണിറ്റുകൾ, സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളും രക്തദാന ക്യാമ്പുകളും ഒട്ടുമിക്ക ശാഖകളും വർഷം തോറും സംഘടിപ്പിക്കാറുണ്ട്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും പ്രളയത്തിൽ ദുരന്തം അനുഭവിച്ച എല്ലാവർക്കും സഹായഹസ്തവുമായി SKKS എന്നും മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. കോവിഡ് കാലത്ത് 6000-ലധികം ഭക്ഷ്യക്കിറ്റുകളും അതുപോലെ ഭക്ഷണ പൊതികളായും വസ്ത്രങ്ങളായും മറ്റു മെഡിക്കൽ സൗകര്യങ്ങളായും SKKS അതിന്റെ ആതുര പ്രവർത്തനവുമായി നിറഞ്ഞു നിന്നു. നാട്ടിലേക്കുള്ള യാത്രാ സൗകര്യങ്ങളായും ഈ സംഘടന എന്നും മുൻപന്തിയിലുണ്ടായിരുന്നു. കോവിഡ് കാലത്ത് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് വിദ്യാഭ്യാസ സൗകര്യമൊരുക്കുവാൻ കമ്പ്യൂട്ടർ, മൊബൈൽ, ബുക്സ് എന്നിവ കൊടുത്ത് SKKS മാതൃക കാട്ടി. ഓക്സിജൻ സിലിണ്ടർ, ഓക്സിജൻ എക്സ്ട്രാക്ടർ എന്നിവ കൊടുത്ത് SKKS ഒരുപാട് കുടുംബത്തിന് തുണയായി നിലകൊണ്ടു. സാമൂഹിക പ്രതിബദ്ധത SKKSന്റെ ഒരു മൂല്യ സ്രോതസ്സാണ്. പ്രളയത്തിൽ നശിച്ച വീട് പുതുക്കിപ്പണിതായിരുന്നു SKKS കുശാൽ നഗറിൽ ഇടപെട്ടത്. നമ്മുടെ മെമ്പർമാർക്ക് ചെലവേറിയ ചികിത്സകൾ ആവശ്യമായി വന്നാൽ സാമ്പത്തിക സഹായവുമായി SKKS ഒരു കൈത്താങ്ങായി എല്ലാ ശാഖകളിലും നിൽക്കുന്നു. അനാഥാലയങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും മറ്റ് സാമ്പത്തിക സഹായങ്ങളും വർഷം തോറും നൽകി വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കുവാനുണ്ട് എന്ന കർത്തവ്യബോധത്തോടെ പ്രവർത്തിക്കുന്ന ഈ സംഘടനയ്ക്ക് ഇനിയും ഉയരങ്ങളിലെത്തുവാൻ കഴിയട്ടെ. അന്ധകാരത്തിന് ഇരുട്ടിനെ പുറന്തള്ളാൻ കഴിയില്ല, വെളിച്ചത്തിന് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വെളിച്ചമായി നിലകൊള്ളാൻ SKKSന് കഴിയട്ടെ എന്ന ആശംസകളോടെ എല്ലാവർക്കും നല്ല നമസ്കാരം. SKKS മാനവ സേവയ്ക്കായി SKKS കന്നഡ മണ്ണിലുണ്ടേ. SKKS കാരുണ്യ പൊൻവിളക്കേ. SKKS മാനവ നന്മയ്ക്കായി